അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കി ഭാഗം എടുക്കാണ്ട്, അഥവാ നമ്മൾ ഹുഖൂഖുൽ മുസ്ലിം വർ-റഹിം വൽ ജിവാറിലാണല്ലോ ഉള്ളത്. 109 പേജ്. ആ പേജൊന്ന് തീർക്കാം. നമ്മൾ മുസ്ലിംകൾ തമ്മിലുള്ള ബാധ്യതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ഇനി പറയാനുള്ളത് ഒമിൻഹ അന്നഹു ഇദാ ബുലിയ ബിദീശരി ഹിജാമിലുഹു വൈദാരിഹി. അന്നഹു ഇദാ ബുലിയ, ഒരു മനുഷ്യനെ പരീക്ഷിക്കപ്പെട്ടാൽ, ബിദീശരിൻ ഷെറുള്ള ഒരാളെ കൊണ്ട്, ആകെ ഫിത്നയും ഫസാദുള്ള ഒരു ചങ്ങായിനെ നമ്മൾ അടങ്ങാറാക്കാൻ തുടങ്ങി. നമ്മളതുകൊണ്ട് വലിയ പ്രയാസപ്പെട്ട്. ഇങ്ങനെ പ്രയാസപ്പെട്ടാൽ ഇജാമിലുഹു വൈദാരിഹി, അവനോട് നല്ല നിലക്ക് പെരുമാറുക, അവനോട് തമാശയൊക്കെ പറയാം. ശത്രുത വെക്കാതൊക്കെ, നമ്മളെ വല്ലാതെ കണ്ട് അടങ്ങാറാക്കേണ്ട ഒരുത്തൻ, എന്നാലും ഓനോട് എന്താ സമീപിക്കേണ്ടത്? തമാശയൊക്കെ പറഞ്ഞാൽ എന്തേലും ബളുകൂടൊക്കെ കഴിച്ചിലാകുക, അല്ലാതെ അതിനൊന്നും ശത്രുത വെച്ച് മറ്റൊരു രീതി പെരുമാറാതിരിക്കുക. അതൊക്കെ ഉത്തമമായ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. ഒമിന്ന അതിൽപ്പെട്ടതാണ് യസൂറ ഖുബൂറഹും, നമ്മുടെ സഹോദരങ്ങളുടെ മുസ്ലിമീങ്ങളെ ഖബർ സന്ദർശിക്കുക. ഫയദുഅ വലി മയ്യിത്തിഹിം, മുസ്ലിമീങ്ങൾപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെ മുസ്ലിമായ മനുഷ്യന്മാർ തമ്മിലുള്ള ബാധ്യതകളാണ്. ഇനി അമ്മ ഹുഖൂഖുൽ ജിവാർ, അയൽവക്കത്തിൻ്റെ ബന്ധം, അയൽവാസി എന്നുള്ള ബന്ധം എങ്ങനെയാണ് അയൽവാസികളോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടത്? അയൽവാസികളോടൊക്കെയുള്ള ബാധ്യത ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് വഫാലം നീ മനസ്സിലാക്കുക. അന്നൽ ജാറ, അയൽവാസി യസ്തഹിഖുമാ യസ്തഹിഖുൽ മുസ്ലിമൂന കാഫത്തൻ, പൊതുവായിട്ട് മുസ്ലിമീങ്ങൾ അവകാശപ്പെടുത്തുന്ന എല്ലാ അവകാശങ്ങളും അവനുണ്ട്. എന്നാൽ സിയാദത്തുൻ, കുറച്ച് കൂടുതലുണ്ട് ബിസബബിൽ ജിവാരി, അയൽവാസികളുടെ കാരണം കൊണ്ട്. നമ്മളെ മുസ്ലിങ്ങളായ അയൽവാസികളാകുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ മുസ്ലിങ്ങളോടും പാലിക്കേണ്ട ഗുണമാണ് ഇപ്പോൾ കഴിഞ്ഞ 1-2 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അത് ഇവനോടുണ്ടല്ലോ, ആ മുസ്ലിങ്ങളോടുള്ള ബാധ്യതയൊക്കെ ഇവനോടുണ്ട്. ഇനി അയൽവാസി എന്നുള്ള നിലക്ക് കുറേ എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അയൽവാസി എന്നുള്ള നിലക്ക് മാത്രം കുറേ എക്സ്ട്രാ ബാധ്യതകളും ചുമതലകളും ഓരോ വ്യക്തിക്കുണ്ട്. നോക്കൂ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജീറാനു സലാസുൻ, അയൽവാസി 3 എണ്ണമാണ്. 3 തരം അയൽവാസികളുണ്ട്. അൽ ജീറാനു സലാസുൻ, ജാറുൻ ലഹു ഹഖുൻ വാഹിദുൻ, ഒരു അയൽവാസിയത, ഒരു കടമ മാത്രമുള്ള അയൽവാസിയുണ്ട്. വജാരിൻ, മറ്റൊന്ന് ലഹു ഹക്കാനി, 2 കടമുണ്ട്, 2 നിലക്ക് കടപ്പാടുള്ള അയൽവാസി ഉണ്ടാവും. ചില അയൽവാസികളോട് 3 നിലക്ക് കടപ്പാടുണ്ടാവും. സലാത്ത് ഹുഖൂഖ്, ഒരു കടപ്പാടുള്ള അയൽവാസിയുണ്ട്, 2 നിലക്കുള്ള കടപ്പാടുള്ളവരുണ്ട്, 3 നിലക്കുള്ള കടപ്പാടുള്ളവരുണ്ട്. ഇതേതാണ് ഇതൊക്കെ? ഫൽ ജാറുൽ ലദീ ലഹു സലാത്ത് ഹുഖൂഖിൻ, 3 കടപ്പാടുള്ള അയൽവാസി എന്ന് പറഞ്ഞാൽ അൽ ജാറുൽ മുസ്ലിം ദുർ റഹിം. നോക്കൂ, മുസ്ലിമായ അയൽവാസി, കുടുംബബന്ധമുള്ള. അപ്പം നമ്മളെ അടുത്ത വീട്ടിലെ അയൽവാസിയാണ്, മുസ്ലിമാണ്, കുടുംബക്കാരനാണ്. 3 നിലക്കുള്ള ബന്ധമായി. 2 നിലക്കുള്ള ബന്ധം ഉണ്ടാവും. മുസ്ലിമായ അയൽവാസിയാണ്, കുടുംബക്കാരനല്ല. അപ്പോൾ കുടുംബക്കാരൻ നിലക്കുള്ള ബന്ധമല്ല, പക്ഷേ മുസ്ലിം എന്ന ബന്ധം, അയൽവാസി എന്നുള്ള ബന്ധം. ഇനി ഒരു കടപ്പാടുള്ളതുണ്ട്, അയൽവാസി മാത്രമാണ്, മുസ്ലിം അല്ല, നമ്മളെ കുടുംബമല്ല, ഒരു കാഫിറായ അയൽവാസിയാണ്, അയൽവാസിയുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ അയൽവാസി എന്നുള്ളൊരു ബന്ധമാണ്, കുടുംബ ബന്ധമൊരു ബന്ധമാണ്, മുസ്ലിം എന്നൊരു മറ്റൊരു ബന്ധമാണ്. മുസ്ലിമിനോട് നമുക്ക് പ്രത്യേക ബന്ധമുണ്ട്. അപ്പോൾ ഈ 3 നിലക്കുള്ള അയൽവാസികളുണ്ടാവും. ഒരു കടപ്പാടുള്ളവരുണ്ടാവും, 2 കടപ്പാടുള്ളവരുണ്ടാവും, 3 നിലക്ക് കടപ്പാടുള്ളവരുണ്ടാവും. അതേപോലെ ജാറുൽ ലദീ ലഹു ഹഖുൻ വാഹിദൻ, ഒരു കടപ്പാടുള്ള അയൽവാസി അൽ ജാറുൽ മുശ്രിക്കായ അയൽവാസിയായിരിക്കും. വൽ ജാറുൽ ലദീ ലഹു ഹഖാനി, 2 ഹക്കുള്ള അയൽവാസിയോ, അത് അൽ ജാറുൽ മുസ്ലിമായ അയൽവാസിയായിരിക്കും. അപ്പോൾ ഫൈസ്ബാത്തുൽ അഖലിൽ മുശ്രിക്കി, ഒരു മുശ്രിക്കിനോട് പോലും ബാധ്യത ഉണ്ടെന്ന് പറയല് ലി സബബിൽ ജിവാരി, ജിവാറിൻ്റെ കാരണം കൊണ്ട്, ഒരു അയൽവാസിയായി എന്നതിൻ്റെ പേരിൽ അമുസ്ലിമായ മുശ്രിക്കായ ഒരാളോട് നമുക്ക് ബാധ്യതയുണ്ട് എന്നത് ദല്ലാലാത്ത അക്കുദി ഹക്കിൽ ജിവാർ, അയൽവക്ക ബന്ധം വളരെ ശക്തമായ ബന്ധമാണ് എന്നതിന് അറിയിക്കുന്നൊരു തെളിവാണ്. നോക്കൂ, അപ്പോൾ ഒരു പച്ച കാഫിറാണ്, മുസ്ലിങ്ങളുടെ ശത്രുതകൾ വൻ കാഫിറാന്ന് നോക്കുക, എന്നാൽ പോലും അയൽവാസി എന്ന ഒരു ബന്ധം അവനോട് നമുക്കുണ്ട്. അപ്പോൾ അയൽവക്ക ബന്ധം എന്ന് പറഞ്ഞാൽ എത്ര പവിത്രമാണ്, എത്ര ഗൗരവമുള്ളതാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ളനൻതു അന്നഹു സയവരിസുഹു. മാസാല ജിബ്രീൽ യൂസീനി, ജിബ്രീൽ എന്നോട് വസയ്യത്ത് ചെയ്തുകൊണ്ടായിരുന്നു ബിൽ ജാരി, അയൽവാസികളെക്കുറിച്ച്. അയൽപക്കത്തിൻ്റെ കാര്യം എന്നോട് നിരന്തരം ജിബ്രീൽ ഇങ്ങനെ പറയാണ്, അയൽവാസികളെ ശ്രദ്ധിക്കണം, അയൽവാസികളെ ശ്രദ്ധിക്കണം എന്ന് ഭയങ്കര സംഭവമായിട്ട്. ഹത്താ വനൻതു, ഞാൻ വിചാരിക്കുന്നത് വരെ അന്നഹു സൈവര്യത്തുഹു, അയൽവാസി ഇവന് അനന്തരാവകാശം എടുക്കുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. അയൽവാസിക്ക് അനന്തരാവകാശം ഉണ്ടായിട്ടല്ല പറയണത്, പക്ഷേ അയൽവാസിനെ പറ്റി ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞ് അയൽവാസിക്ക് ഇപ്പോൾ ഞാൻ അനന്തരാവകാശത്തെ കൊടുക്കേണ്ടി വരുമോ എന്നുപോലും എനിക്ക് തോന്നാൻ മാത്രം, അതിനു മാത്രം എന്നോട് ജിബ്രീൽ അയൽവാസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു.
വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ, അയൽവാസിയെ അവൻ ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അയൽപക്ക ബന്ധം അത് മാനിക്കൽ, അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകൽ, അതിൻ്റെ കടമകൾ നിർവഹിക്കലും ഒക്കെ വളരെ പ്രധാനമാണ്. ഇതൊക്കെയാണ് അയൽവാസിൻ്റെ വിഷയം. ഇനി അമ്മാ ഹുഖൂഖുൽ അഖാരിബി വറഹിം, കുടുംബക്കാർ, അടുത്ത ബന്ധക്കാർ, ഇവരോടുള്ള കടപ്പാടുകൾ. അയൽവാസികളല്ല, അല്ലാത്തവരാകാം, അയൽവാസിയാകാം, അല്ലാത്തവരാകാം. നമ്മളെ കുടുംബക്കാരോടുള്ള ബാധ്യത, നമ്മളിപ്പം നേരത്തെ കുറേ പറഞ്ഞത് മുസ്ലിങ്ങളോടുള്ള ബാധ്യതയായിരുന്നു, പിന്നെ അയൽവാസികളോടുള്ള ബാധ്യത പറഞ്ഞു, ഇനി കുടുംബക്കാരോടുള്ള ബാധ്യത പറയണം. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുന്നു, അനർ റഹ്മാനുർ റഹീം വഹാദിഹിർ റഹീം വശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മി ഫമൻ വസലഹാ വസൽതുഹു വമൻ ഖതഅഹാ ഖതഅതുഹു. വല്ലാത്തൊരു ഹദീസ്, ഒരു ഖുദ്സിയായ ഹദീസാണ്. അഥവാ അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നേരെ ഖുർആനിലുള്ളതല്ല. അല്ലാഹ് പറയാണ്, അനർ റഹ്മാനുർ റഹീം, ഞാൻ റഹ്മാനും റഹീമുമാണ്. വഹാദിഹിർ റഹീം, ഇത് കുടുംബബന്ധമാണ്. മനസ്സിലാക്കുന്നുണ്ടോ? കുടുംബബന്ധത്തിന് അറബിയിൽ റഹീം എന്നാണ് പറയുക. അള്ളാൻ്റെ പേരാണ് റഹ്മാനും റഹീമും. ഒക്കെ നോക്കിയാണി, ഒരു നൂന് റഹീം എന്നൊരു ഹിയാവും ഒക്കെ പോയിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ പേരിൽ നിന്ന് ഒരക്ഷരം കളഞ്ഞാൽ കുടുംബബന്ധമായി. വല്ലാത്തൊരു രീതിയാണ് ഇതൊക്കെ ഭാഷയിലുള്ള. അല്ല പറയാം, ഞാൻ റഹ്മാനും റഹീമാണ്, ഇത് റഹീമാണ്. നോക്കൂ, എൻ്റെ മാതിരിയാണ്, ഏകദേശം എൻ്റെ പേരിനോട് സമാനമാണ്. കുടുംബബന്ധത്തിൻ്റെ പേരെന്നെ അങ്ങനെ. നിങ്ങളുടെ അല്ല പറയാം, വശഖഖ്തു ലഹാ ഇസ്മൻ മിൻ ഇസ്മി, ഞാൻ കുടുംബബന്ധത്തിന് മുറിച്ച് നൽകിയിരിക്കുന്നു എൻ്റെ പേരിൽ നിന്നൊരു പേരിനെ. ഇസ്മൻ, അതിനൊരു പേര് ഞാൻ നൽകിയിരിക്കുന്നു. മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്ന്. റഹ്മാൻ റഹീം എന്ന എൻ്റെ പേരിൽ നിന്ന് റഹീം എന്ന പേരിനെ ഞാൻ കുടുംബബന്ധത്തിന് നൽകിയിരിക്കുന്നു. അപ്പം ഞാനും കുടുംബബന്ധവും തമ്മിലുള്ള പിന്നെ ബന്ധമാണത്. അതുകൊണ്ട് ഫമൻ വസലഹ, ആ ബന്ധത്തെ ആരെങ്കിലും ചേർത്താൽ വസൽതുഹു, ഞാനും അവനോട് ബന്ധം ചേർക്കും. വമൻ ഖതഅഹ, അതിനെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ ഖതഅതുഹു, ഞാനും അവനെ മുറിക്കും. അള്ളാഹുമായിട്ടൊരു മനുഷ്യന് ബന്ധം വേണോ? കുടുംബബന്ധം ചേർക്കണം. അള്ളാഹുമായി ബന്ധം മുറിക്കണോ? കുടുംബബന്ധം മുറിച്ചാൽ മതി. കാരണം എന്തുകൊണ്ട്? കുടുംബബന്ധം എന്ന് പറയുന്നത് റഹ്മാൻ്റെ റഹിമാണ്, റഹീമിൻ്റെ റഹിമാണ്. റഹീമാണ് അള്ളാഹു, റഹിമാണ് കുടുംബബന്ധം. റഹിമുമായി ബന്ധം മുറിച്ചാൽ റഹീമുമായിട്ടും ബന്ധം മുറിയും എന്നർത്ഥം. റഹിമിനോട് ബന്ധം ചേർത്താൽ റഹീമിനോടും ബന്ധം ചേർക്കലാവും. ഇങ്ങനെ വഖാല അല്ലാഹു അസ്സ വജല്ല മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, യാ മൂസ ഇന്നഹു മൻ ബർറ വാലിദൈഹി വഅഖനി കതബ്തുഹു ബർറൻ വമൻ അഖ വാലിദൈഹി വബർറനി കതബ്തുഹു ആഖൻ. മൂസാ നബിയോട് അല്ലാഹു തആല പറയാ, ഏ മൂസ, ഒരാൾ മാതാപിതാക്കളോട് ഗുണം ചെയ്തു, വഅഖനി, എന്നോട് എതിരും ചെയ്തു. മാതാപിതാക്കൾക്ക് അവൻ എല്ലാ ഗുണം ചെയ്യും, ഞാനിവിടെ എത്ര ബന്ധമൊന്നുമില്ല, എന്നാലും കതബ്തുഹു ബർറൻ, ഞാൻ അവനെ ഗുണവാനായിട്ട് എഴുതും. ഒമൻ അഖ വാലിദൈഹി, മാതാപിതാക്കളൊരാൾ വെറുപ്പിച്ചു, ഒരു ബന്ധമില്ല, പക്ഷെ എന്നോട് ഭയങ്കര ബന്ധമാണ്, ഭയങ്കര നിൽക്കാറും നോമ്പും ഒക്കെയാണ്, പക്ഷെ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യില്ല, ഓനെ വെറുപ്പിച്ചാൽ നിൽക്കുകയാണ്, എങ്കിൽ കതബ്തുഹു ആഖൻ, ഞാൻ അവനെ ബന്ധം മുറിച്ചവനായിട്ടും രേഖപ്പെടുത്തി വെക്കും. നോക്കൂ, വല്ലാത്തൊരു വർത്താനാണിത്. ഞാനുമായിട്ട് ബന്ധം ഒരാൾ കാര്യമായിട്ടില്ല, പക്ഷെ മാതാപിതാക്കളോട് ഭയങ്കര ബന്ധം ഗുണമാണ്, എന്നാൽ ഓനെ ഞാൻ ബർറു എന്നാണ് എഴുതി വെക്കുക. എന്നോട് ഭയങ്കര ബന്ധമാണ്, മാതാപിതാക്കളോ ബഹിഷ്കരിക്കുകയാണ്, എങ്കിൽ അവനെ ഞാൻ ആഖ് എന്ന് എഴുതി വെക്കും. ബന്ധം മുറിക്കുന്നവൻ, മുടക്കൻ എന്ന് ഞാൻ അവനെ പറ്റി എഴുതി വെക്കും എന്ന്. വിഷയത്തിൻ്റെ ഗൗരവത്തിനാണ് ആ പറയുന്നത്. ഇനി അടുത്തത് ഹുഖൂഖുൽ മംലൂക്ക്, അടിമകളുമായിട്ടുള്ള ബന്ധം. നമ്മളെ അടുക്കലുള്ള അടിമകൾ, നമ്മളെ കാലത്ത് നിന്ന് അടിമയൊന്നുമില്ല, വേറെക്കാരെന്നാലും പറയണം. വഖദ് കാന ആഖിറു മാ വസ്സാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ചെയ്ത വസിയത്തിൽ, വഫാത്തിൻ്റെ സമയത്ത് നബി തങ്ങൾ ചില വസിയത്ത്, നിസ്കാരത്തിൻ്റെ കാര്യം, അടിമകളെ കാര്യമൊക്കെയായിരുന്നു. ആ വസിയത്തിലുണ്ടായിരുന്നു, ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങൾ അടിമകളെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അത്വയമൂഹും മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം. വക്സുഹും മിമ്മാ തൽബസൂൻ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം അവരെ നിങ്ങൾ ധരിപ്പിക്കണം. വലാ തുകല്ലിഫുഹും മിനൽ അമൽ, ജോലിയിൽ നിന്ന് അവരെ നിങ്ങൾ നിർബന്ധിക്കരുത്. മാ ലാ യുതീഖൂൻ, അവർക്ക് സാധ്യമല്ലാത്തത്. അടിമകളാണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുവിടരുത്. സാധ്യമല്ലാത്ത ജോലികൾ അവരെ നിർബന്ധിപ്പിക്കരുത്. ഫമാ അഹ്ബബ്തും ഫഅംസിക്കൂ വമാ കരിഹ്തും ഫബിഉ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ നിങ്ങൾ പിടിച്ചു വെക്കുക, നിങ്ങളൊക്കെ നിർത്തുക. വമാ കരിഹ്തു, നിങ്ങൾക്ക് വെറുത്തതാണെങ്കിൽ ഫബിഉ, നിങ്ങൾ വിൽക്കുക. വലാ തുഅദ്ദിബു ഖൽഖല്ലാഹി തആല, അള്ളാഹിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ ശിക്ഷിക്കരുത്. നിങ്ങളൊക്കെ അയാളുടെ ഒരു അടിമക്ക് നിങ്ങൾ താല്പര്യമില്ല, അടിമനോട് എന്നാൽ വെറുതെ അയാളുടെ ഇടങ്ങാറാക്കരുത്, ആർക്കെയും വിൽക്കുക.
ഫഇന്നല്ലാഹ മല്ലക്കക്കും ഇയ്യാഹും, അള്ളാഹുത്തല നിങ്ങളെ അവർക്ക് ഉടമപ്പെടുത്തി തന്നതാണ്. വലൗഷ അള്ളാഹും മല്ലക്കഹും ഇയ്യാഹും, അള്ളാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങളെ അവർക്ക് അള്ളാഹു ഉടമപ്പെടുത്തി കൊടുക്കും. ഇപ്പം നിങ്ങളെ കയ്യിലുള്ള അടിമകളാണ്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവർ ഉടമകളും നിങ്ങൾ അടിമകളുമാവും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നല്ലവർക്ക് പെരുമാറണം. നിങ്ങൾക്ക് അടിമകളോട് താല്പര്യമില്ലെങ്കിൽ അവരെ വിറ്റൊഴിവാക്കുക. വേറെ എവിടെയെങ്കിലും ജീവിച്ചോളും. നിങ്ങളെ അടുക്കൽ വെച്ചാണ് അവർ പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്, അതിലൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലയോടും മനുഷ്യനെന്നുള്ള നിലക്ക് സകല മേഖലയോടും ഈ നിലക്കുള്ള ഏറ്റവും ഉദാത്തമായ ബന്ധം പുലർത്തുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ 3-4 ക്ലാസ്സിലായിട്ട് ഈ വിഷയം മാത്രമാണ് പറയണത്. അപ്പം മുസ്ലിമായ മനുഷ്യന്മാരോടുള്ള ബന്ധം, അയൽവാസികളോടുള്ള ബന്ധം, കുടുംബക്കാരോടുള്ള ബന്ധം, ഇങ്ങനെ എന്തൊക്കെ ബന്ധത്തിൻ്റെ മേഖലകളുണ്ടോ അതെല്ലാം, അത് ചില ആളുകളിൽ കൂടുതൽ വിശേഷണങ്ങളുണ്ടാവും. കുടുംബക്കാരൻ്റെ കാരണം മുസ്ലിമാണ്, അയൽവാസിയാണ്, അപ്പം ബന്ധം വളരെ കൂടും, ബാധ്യതകൾ വളരെ കൂടും. ഈ നിലക്ക് നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.